റീറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണോ അതോ കടമെടുത്ത് ഒരു റിയൽ എസ്റ്റേറ്റ് വാങ്ങിക്കണമോ? കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലുള്ള എല്ലാവർക്കും ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കാനോ ഒരു ലാൻഡ് വാങ്ങിക്കാനോ തന്നെയാണ് താല്പര്യം. കാരണം ബാക്കി വിൽക്കുന്ന ഫിനാൻഷ്യൽ പ്രൊഡക്റ്റുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ, ഇക്വിറ്റി, സ്റ്റോക്സ്, ഷെയർസ്, ഇതെല്ലാം ഒരു ഇൻടാഞ്ചിബിൾ പ്രൊഡക്റ്റ് ആണ്. നമുക്ക് നേരെ കണ്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഒരു ലാൻഡോ ഒരു ബിൽഡിങ്ങോ ഒരു പ്രോപ്പർട്ടിയോ ഒക്കെ ആണെങ്കിൽ നമ്മുടെ മുമ്പിൽ തന്നെ നമുക്ക് കാണാം. ആ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് എല്ലാ ദിവസവും അല്ലെങ്കിൽ നമുക്ക് എപ്പോൾ വേണോ അപ്പോൾ ഒക്കെ നമുക്ക് അതിന്റെ വാല്യൂഷൻ അറിയാനും പറ്റുന്നതാണ്. ഡബിൾ യുവർ മണി ഇൻ 1 ഇയർ. എല്ലാ മാസവും 10% ഇൻട്രസ്റ്റ്. 10 ലക്ഷം രൂപ നിങ്ങൾക്ക് 1 കോടിയാക്കി മാറ്റാം. ഇതാണ് സാധാരണ ഈ പോൺസി സ്കീംസും ഫിനാൻഷ്യൽ ഇൻഫ്ലുവൻസും പലരും പറയുന്ന തട്ടിപ്പുകൾ. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എപ്പോഴും നല്ലത് റിയൽ എസ്റ്റേറ്റിലെ ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ്. ഇനി നിങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇത്ര താല്പര്യമുണ്ടെങ്കിൽ ഒരു അഡ്വാൻസ്ഡ് പ്രോഡക്റ്റ് വന്നിട്ടുണ്ട് മ്യൂച്വൽ ഫണ്ടിൽ തന്നെ. അതിന്റെ പേര് റീറ്റ്സ് എന്നുള്ളതാണ്. റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ്, REITS. വീട് ഒരു സ്റ്റാറ്റസ് സിമ്പിളും കൂടിയാണ് കേട്ടോ. നമ്മുടെ നെയ്ബേഴ്സിനടുത്തും നമ്മുടെ ഫ്രണ്ട്സിനടുത്തും നമ്മുടെ ഫാമിലിയുടെ അടുത്തൊക്കെ നമുക്ക് പറയാം, ദേ നമുക്ക് നല്ലൊരു വീടുണ്ട്, വലിയൊരു വീടുണ്ട് എന്നുള്ളൊരു സോഷ്യൽ സ്റ്റാറ്റസിന് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ എന്തായാലും വീട് വാങ്ങിക്കണം. ഇല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് തന്നെയാണ് നല്ലത്. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓപ്ഷൻ നമ്പർ 1, നിങ്ങൾ 1 കോടി രൂപ ലോൺ എടുത്ത് ഒരു അപ്പാർട്ട്മെന്റോ വീടോ വാങ്ങിക്കുന്നു എന്ന് കൺസിഡർ ചെയ്യുക. ഇതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് 10% ആയിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ 25 വർഷം കൊണ്ട് നിങ്ങൾ തിരിച്ചടയ്ക്കുന്ന പൈസ ഏകദേശം 2,73,00,000 രൂപയാണ്. ഇത് ഏകദേശം 98,000 രൂപയാണ് EMI ആയിട്ട് നിങ്ങൾക്ക് വരുന്നത്. ഈ പൈസ നമ്മളൊരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് എങ്ങനെ വർക്കൗട്ട് ചെയ്തു എന്ന് നമുക്ക് നോക്കാം. 98,000 റുപ്പീസ് 25 വർഷം കൊണ്ട് 13% ഇൻട്രസ്റ്റ്. ഓക്കെ, 13% എന്ന് പറയുമ്പോൾ നമ്മുടെ നിഫ്റ്റി 50, നമ്മുടെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സിന്റെ കഴിഞ്ഞ 10 കൊല്ലവും 20 കൊല്ലത്തിന് നമ്മളുള്ള ഒരു ശരാശരി റിട്ടേൺസ് ആണ് 13 എന്ന് പറയുന്നത്. അങ്ങനെ ആയിരുന്നെങ്കിൽ 25 വർഷം കൊണ്ട് നിങ്ങൾ റേസ് ചെയ്യുന്ന ഫണ്ട് ഏകദേശം വരുന്നത് 20,64,00,000 രൂപയാണ്. ഒന്ന് ഓർത്ത് നോക്കൂ ഫ്രണ്ട്സ്, 2,73,00,000 രൂപയാണ് ഹൗസിംഗ് ലോണിന് വേണ്ടിയത് നിങ്ങൾ ചെലവാക്കിയത്. ഇൻവെസ്റ്റ്മെന്റ് വന്നപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ റിട്ടേൺസ് എന്ന് പറയുന്നത് അതിന്റെ 7.5 ടൈംസ് ആണ്. 20,60,00,000 രൂപ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത്ര ഒരു എമൗണ്ട് മാറ്റിവെക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, അതും നിങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റ് മേഖല അത്ര താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. റീറ്റ്സിന്റെ ഗുണം എന്ന് പറയുന്നത് 1, അതിനകത്തുള്ള റെന്റൽ ഇൻകം, 2, കിട്ടുന്ന ക്യാപിറ്റൽ ഗെയിൻസ്. സാധാരണ രീതിയിലുള്ള ഏതൊരു റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് പോലെ തന്നെയാണ് റീറ്റ്സും. പക്ഷേ ഒരു വ്യത്യാസം എന്നുള്ളത് ഇത് കമേഴ്ഷ്യൽ പ്രോപ്പർട്ടീസിലും റെന്റൽസ് കിട്ടാൻ സാധ്യതയുള്ള പ്രോപ്പർട്ടീസിലുമാണ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുക, അതും നല്ല പ്രൈം ലൊക്കേഷനിൽ. റീറ്റ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾക്ക് ഇന്ന് തന്നെ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് ബാലചന്ദ്രൻ വിശ്വറാം, യുവർ വെൽത്ത് മാനേജർ.